കണ്ണട ശ്രദ്ധിച്ച മറ്റേ ആളുണ്ട് കണ്ണട എല്ലാം സേഫ് ആയിക്കോ. മൊബൈലെല്ലാം പിടിക്കുക. അപ്പം കുറേ ആൾ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമല്ലോ കയറലും ഒപ്പരം നടക്കൂല. അതാണ്ട് ഇതാ ഇവനും വരുന്നുണ്ട് കേട്ടാ. പാറന്റെ ഉള്ളിലോട്ടേ ഹരി ഇത്. അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റ് ചെയ്തു. നമ്മൾ മുകളിലേക്ക് പോയെന്ന്. അപ്പോൾ പോകാ. എന്തിനാ വന്നിനി? ഇപ്പോൾ ഭയങ്കര ക്ഷീണായിപ്പോയി. അത് വെറുതെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഒരു അരമണിക്കൂറായി എടുക്കുന്നത്. അരമണിക്കൂർ കാത്തുക്കുന്നതാ. ഇപ്പം വരും. വരുന്നുണ്ട്. ഓക്കെ. എല്ലാ സാധനം എടുത്തിട്ടില്ലേ? എല്ലാം എടുത്തിട്ടില്ലേ? എന്നാ പൊള്ളി എന്നാ നമ്മൾ വരുമ്പോൾ തന്നെ സ്ഥലം അതാ ഡെസ്റ്റിനേഷൻ. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇന്ന് ഇതാ കയറി ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളില്ല ഇതെല്ലാം അതാ കോട്ട്. എടാ അതാന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കോട്ട് വെച്ചത് ഇടിയനെ ഈ പെണ്ണുങ്ങളുടെ കടയെല്ലാം പൊളിച്ചു പോയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു കോട്ട് പോലത്തെ സാധനം കാണുന്നുണ്ട്. ഇതാണ് നമുക്കൊരു സംശയമുണ്ട്. എടാ എൻ്റെ കോട്ട് ഒരു മിനിറ്റ്. അണക്കെന്നെ ഓർമ്മയില്ലാണ്ടായി. അല്ല ഇതല്ല എടാ ഇതന്നെയാ. ഇതിൻ്റെ കളർ പോയിട്ടാ? അല്ലല്ല ഇതല്ല വേറെണ്ടാ? ഇല്ല അതല്ല, ആ കളറല്ല. ഇതാന്നാ? അല്ല അതുമല്ല. അൻ്റെത് പുതിയ സാധനമാണ്. പുതിയതിപ്പം പഴയതായിട്ടുണ്ടാവും. വീടിനും കൊളത്തി വെച്ചതാ. ഇവിടെ കൊളത്തി വെച്ചതാ. ഏതെങ്കിലും അത് എടുത്തിട്ടുണ്ടാവും ഇവരാരെങ്കിലും. ചിലപ്പോൾ ഇവരെങ്കിലും ഉണ്ടാവും. പറയാൻ പറ്റില്ല. ഒരു വർഷമായില്ലേ. ഞാൻ വെച്ചാൽ അതാണ്. അത് കിട്ടിയിട്ടും കാര്യമില്ല ഇപ്പോൾ. ഇനി എങ്ങനെ മുകളിലേക്ക് കയറുവാണ്? ഇവൻ കയറുമോ നോക്കട്ടെ. നീ എന്നാ പറയുന്ന മീറേ? ഇനി അതിൻ്റെ മുകളിൽ എങ്ങനെ കയറാൻ പറ്റും? ഇടുന്നോ? സിറ്റ് ചെയ്യാ. അതെയാ? അന്ന കടിക്കുന്നില്ലല്ലോ. ഇവ ഒപ്പരം തന്നെ വരുന്നാടാ. കേരളം എന്ന് പറഞ്ഞാൽ ഇവൻ പോകുമെന്ന് ചെയ്യില്ല. നീ ഇങ്ങനെ പറയുന്നത്? ഇവൻ പോകില്ല. ഇവൻ മുകളിൽ നമ്മളപ്പുറം വരെ വന്നിട്ട് മിക്കവാറും തിരിച്ചു വരാം നമ്മളപ്പുറം തന്നെ. അതാ ഉണ്ടാവുക. നീ വാ ഓൻ വരട്ടെ. ഓനിക്ക് താഴത്തിട്ട് ബിസ്ക്കറ്റും ചായയും ബ്രെഡും ബന്നെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. നടക്കുവായി. നീ ഇടുന്നിനി എളുപ്പവഴി കാണിച്ചത്. അതാ ഇതിലോട്ട് എളുപ്പവഴി കാണിച്ചതാ. ഇടുന്നോ? ആ അടുന്നോ മണേ വാ. ഞമ്മ മുങ്ങിട്ട് പിന്നെ കാണാണ്ട്. എടാ ഇവിടെ കുപ്പി പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടാ. ഫുള്ള് വേസ്റ്റ് ഇട്ടിട്ടുണ്ടാ. നോക്കിയാ കച്ചറയാക്കിയിട്ട് ആൾക്കാർ. ഇതൊന്നും ശരിയല്ല. നമ്മളെ വണ്ടിയിൽ നിറച്ച് വേസ്റ്റാ. നമ്മൾ ഇടാണ്ട് വണ്ടി കൊണ്ട് പോയി വെച്ചിട്ട് പിന്നെ മറന്നു പോയിട്ട്. ഇത്രയുണ്ട് എന്നറിയാം. എന്ത് കടിക്കുന്നേ? വഴി മാറിപ്പോയി. ഓൻ പോയതാ വഴി. ഞാൻ വന്ന വഴി അവൻ മണക്കുന്നു. ഇതിലൂടെ വരാനില്ലേ? കഴിയാ നീക്ക്? ഞാൻ കുട പിടിക്കാം. എന്നാ കുട പിടിച്ചോ. എല്ലാം സപ്പോർട്ട് ചെയ്തോ? അയ്യോ ഓനിക്ക് കയറാൻ കയറി. ഓനിപ്പോൾ അപ്പുറത്തോട്ട് വരും. ഓന് ആ സൈഡിലോട്ട് വരാൻ പറ്റുമോ നോക്കുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഇടുന്ന് ടോപ്പിലേക്ക് കയറിയാൽ വേണ്ടത്. അമീർ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വേണ്ടി കയറാം. റെസ്റ്റ് ഓൾറെഡി ചെയ്തല്ലേ താന്ന്. ഇനിതാ ഇതിൻ്റെ മുകളിലൊന്ന് പോകണം നമുക്ക്. അത് ഇടാനായിട്ടില്ല. ഇതിൻ്റെ ടോപ്പിലൊന്ന് പോകണം. വാ. അപ്പോൾ ഞാനും അമീറും കൂടിയിട്ട് ഏകദേശം ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു. ഇനി
ടോപ്പിലേക്ക് കയറേണ്ട ഇതാണ്. നമ്മൾ മറ്റേ ആൾ ഇവിടെ വെഹിക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. തപ്പിപ്പിടിച്ചത് നമ്മൾ മാണത്ത് വീടി എത്തി. ഇനി അയാൾ മിക്കവാറും അതിൻ്റെ ടോപ്പിലെത്തും. കുറച്ച് നല്ല തണുപ്പെല്ലാം ഉണ്ട് ഇപ്പം. പോകാം മീറേ, ഇനി നമുക്ക് റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ഹരിയർ ഫോർട്ടിനെ മൂടിയിട്ട് ഇതാ കോട വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച സാധനത്തിട്ടുണ്ട്. ഓ വീണ്ടും കോട മൂടി, ഒന്നും കാണുന്നില്ല കേട്ടാ. കണ്ട ഹരിയർ ഫോർട്ട് ഇപ്പൊ കാണുന്നില്ല. നമ്മൾ ഇയാൾ വീട്ടിൽ ഉണ്ട്, വീട്ടിൽ തന്നെ നിന്ന മോനെ. അവിടെ നിന്നോ. ഓക്കെ, നമ്മൾ പോയിട്ട് വരും. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒപ്പര താല് പോവാം. ഓക്കെ. ഭയങ്കര വന്നു കഴിഞ്ഞാലേ ഇവനിക്ക് തന്നെ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ വരുന്നതിനെ കൊണ്ടല്ല, വെറുതെ എന്തിനാ. അപ്പൊ നമ്മള് മുകളിലേക്ക് കയറാൻ പോയെന്ന്. കയറാൻ വരാം. റെഡി അല്ലേ? റെഡി. ഓക്കെ, അവിടെ പിടിച്ചോ. അതിന് പിടിക്കാൻ സ്ഥലമുണ്ട് എല്ലായിടത്തും. ഇല്ല തട്ടുന്നില്ല. ഞാനല്ലേ വെഹിക്കിളുള്ളത്. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പോയാൽ മതി. കുട വേണ്ടിയൊക്കെ പ്രശ്നമില്ല. നാടാ വാ എടുക്ക്. ഇവര് ഈ ഫോട്ടോ എടുക്കുന്നത് ബുദ്ധിമുട്ടാത്ത. അപ്പം കുറേ ആൾ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമല്ലോ കയറലും ഒപ്പരം നടക്കൂല. അതുകൊണ്ട് ഇതാ ഇവനും വരുന്നുണ്ട് കേട്ടാ. രക്ഷയില്ല കേട്ടോ ഇവന്. ഇറങ്ങാനാ കുറച്ച് ബുദ്ധിമുട്ട്. ഇറങ്ങുമ്പില്ലേ ഒരിതാന്ന്. ഇവനിതാ എന്നെ വെയിറ്റ് ചെയ്യുന്നേട്ടാ മുകളിലേക്ക് കയറാൻ. ആയാ അമീറിനെ പേടിപ്പിക്കുന്നുണ്ട് ആരോ. നല്ല തണുപ്പ് വന്നേട്ടാ. കോട വരുന്നുണ്ട്. നല്ല തണുപ്പ് വന്ന് മഴ പെയ്യാനും സാധ്യതയുണ്ട്. കേറാൻ പറയ്. ആ മുമ്പിലുള്ളവർ, ഏറ്റവും മുമ്പിലുള്ളവർ കേറണ്ടേ. മൂപ്പർ നെയ്ച്ചാത്തേനാ. അമീറങ്ങനെ മോളിലെത്തിയിട്ടുണ്ട്. കയറാൻ വേണ്ടി കുറച്ച് പണിയുണ്ട്.
चल ब्रो भितरा मारून दे. ओके नहीं गिरेगा जाओ. ट्रैफिक എങ്ങനെയുണ്ട്? അടിപൊളി. സംഭവം സൂപ്പറാ. സംഭവം സൂപ്പറാ. സ്ഥലം അത് ഇപ്പൊ തിരക്ക് കുറയൂ. ഇത് ഇപ്പോൾ ഉള്ളൊരു ചെറിയ തിരക്കാണ്. നമ്മളിവിടെ ഉറങ്ങിയിട്ട് രാത്രിയാകുമ്പോ ഇപ്പൊ കോട വന്നത്. പക്ഷെ കോട ഉള്ളതുകൊണ്ടാണ് ഒരു നല്ല ഒരു വ്യൂ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ സൈഡിലൂടെ ടോപ്പിലേക്ക് കയറണം. പോമീറ നോക്കണേ, അത് പോയി നോക്കണേ. അതിന്റെ ഇവിടെ നിന്നിട്ടുള്ള പ്രൊഫൈലായിട്ടാ നീ ഇങ്ങനെ പഠിച്ചിരുന്നിട്ട് എന്റെ പ്രൊഫൈലായിട്ട് അത് വരുമ്പോ നമുക്ക് ചെയ്യാം. ഇതെല്ലാം വെട്ടി ഉണ്ടാക്കുന്ന കേട്ടോ ഒരു വഴിയായിട്ട്. നല്ല പേടിയാണ്. അവൻ നിക്കുന്ന പറയുന്നത് അവനക്ക് പേടിയാണ്. വീട്ടിൽ തന്നെ ഇറങ്ങി ഇനി താലേക്ക് എങ്ങനെ ഇറങ്ങുമോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനേഷൻ ഇതായി. വാ കയറി കയറി കയറിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. റൈറ്റ് നോക്കി കയറിയാൽ മതിയാ. അങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടായ കുട സെപ്പറേറ്റ് പിടിച്ചുകൂടായിരുന്നോ? സെപ്പറേറ്റ് പിടിച്ചുകൂടേനോ? താഴേക്കൊന്നും കാണിച്ചു തരാൻ വേണ്ടി ഒന്നും കാണുന്നില്ല കേട്ടാ. ഫുള്ള് ഒച്ചപ്പാടാക്കുന്ന കേട്ടാ. എന്തെങ്കിലും വീഡിയോയിൽ ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ ഓക്കെ. അവിടെ ജാമായി ചേട്ടാ, ട്രാഫിക് ജാം. എല്ലാരും കുറച്ച് പേടിയുണ്ടെന്ന് തോന്നട്ടാ കൂടുതൽ. അതുകൊണ്ട് മറ്റേ ബിസ്ക്കറ്റ് അട്ടി വെച്ചിട്ട് വീണ മാതിരി ആവല. കുത്തനെയാന്നിട്ടാ കയറുന്നത്. 90 ഡിഗ്രി ഇതിലാ കയറുന്നത്. ശരിക്കും നമ്മൾ കോണിപ്പടി ഉണ്ടാക്കിയ മാതിരിയാണ് ഇത് കയറുന്നത്. ഇനി അങ്ങ് ആടെ എത്തണോ? താഴോട്ടൊന്നും കാണാത്തോണ്ട് വലിയ പേടിയില്ലായിരിക്കും. അല്ല കാണാത്തോണ്ട പേടി കുറവ്. അത്ര എല്ലായിടത്തും സ്റ്റെപ്പിനെ ഉണ്ടാ അതേപോലത്തെ കുഴിയാക്കി വെച്ചിട്ട് ഇത് പിടിക്കാനേട്ടാ. ഫുള്ള് കുഴിയാക്കി വെച്ചിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. വേറെ ഒന്നുമില്ല. ഒരു ഗുഹ പോലത്തെ ഉള്ളിലോട്ട് ഞാൻ പോന്ന കേട്ടാ. പാറന്റെ ഉള്ളിലോട്ടേ ഒരു ഇത് അത് കയറി താക്കത്തോയാ. ഇവിടെ എത്തി. അയ്യോ 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 അല്ല. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ടോപ്പിൽ
ഇനി ഇവിടെ ഒരു ചെറിയ കടകളുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് എനിക്ക് കയറണം. ഓക്കെ, അപ്പോൾ അതിലൂട്ടും കയറാൻ തോന്നും. വാ വാ, കയറാൻ പറ്റില്ല എനിക്ക്. വാ പറ്റൂ. വാ മോനെ. അയ്യോ, ഇത് നമ്മൾ 3 ട്രക്കിങ് ചെയ്ത് 3 സ്ഥലത്തും പോയാൽ മതിയായി. താഴെയൊന്നും കാണുന്നില്ല. സെയിം റിസൾട്ടായി, കോടയായിട്ട്. അയ്യോ, ആ അല്ല, പക്ഷേ ഈ കോട ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് വന്നതാ. ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. നീ കുറച്ച് സംസാരിക്കും, ഞാൻ കുറച്ച് പോയി. ഇനി അമീറിനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കുന്നു. അമീറിനെ ഞാൻ മൈക്ക് കൈമാറിക്കുന്നു. അമീർ പറയൂ, എക്സ്പീരിയൻസ് പറയൂ. 3 ട്രക്കിംഗ് അല്ലേ ഇപ്പൊ ചെയ്ത? ആ 3 വ്യത്യാസം. ആ 3 ആ വെറൈറ്റീസ് അല്ല, അടിപൊളി, സൂപ്പർ. അലമ്മോ കിടക്കുന്നു. വരുമ്പോൾ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കായിട്ട്, ട്രാഫിക് ജാമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് കറുപ്പ് മാറ്റിയിട്ട് പറയട്ടെ ഇനി. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു മന്ദിരം, ഒരു ഇതുണ്ട്, ഹനുമാൻജീൻ്റെ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ടൊരു കുളമുണ്ട്. അവിടെ ഈ കുളത്തിൽ കുറേ മത്സ്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കുറേ മത്സ്യങ്ങളെല്ലാം ഉണ്ട്. അതിന് ഇപ്പോൾ ഫോഗായിട്ട് ഒന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇനി ടോപ്പിലേക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട് പോയി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക. ടോപ്പിലേക്ക് കൂടി പോന്നാ അമീറ, എന്താണ് അഭിപ്രായം പറയും? പോയിട്ട് നോക്കാണ്, അങ്ങോട്ടൊക്കെ ഒരു കാര്യമില്ല. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു കാര്യമില്ല, പോയിട്ടൊരു കാര്യം. ഇതേപോലത്തെ നടക്കുന്നുണ്ടാവില്ല, അടുത്തുള്ള ആൾക്കാരെയൊന്നും കാണാൻ പറ്റില്ല. അന്നേരം നമുക്ക് ഇവിടെ നോക്കിയിട്ട് തിരിക്കാം. നമ്മൾ ഹരിയർ ഫോർട്ടിൻ്റെ ടോപ്പിലാണ് ഉള്ളത്. ടോപ്പെന്ന് നമ്മൾ 2-3 മലയാളികളെ പരിചയപ്പെട്ടു. എവിടെയാണ്, എന്താണ് പേര്? എൻ്റെ പേര് ആശിഷ്, ഞാൻ കായംകുളം അല്ലേ? ഞാൻ ബിഫിൻ, കാഞ്ഞിരപ്പള്ളിക്കാരനാണ് അല്ലേ? ഇയാള് കായംകുളം. ഇവര് 2 ആള് നാട്ടിൽ നിന്ന് വന്നത് അല്ലേ? ഇവ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഹരിയർ ഫോർട്ട് കയറിയിട്ട്? വഴി തെറ്റിയാ? ഹരിയർ ഫോർട്ടിലേക്ക് വഴി തെറ്റേണ്ട സംഭവം ഇല്ലല്ലോ, ഒറ്റ റോഡാണ്. പുതിയ വഴി നമ്മൾ അന്ന് പരീക്ഷ മാതിരി പക്ഷേ നമ്മൾ ഇവിടെ കുറെ പുതിയ വഴി തരിട്ടുണ്ട്. കാരണം നമ്മളിത് ഇതെല്ലാം വെക്കുന്ന സ്ഥലങ്ങളാ. പക്ഷെ ആൾക്കാർ വന്ന് അത് നമ്മളൊരു വഴിയായി മാറി. നമ്മൾ പുതിയ അല്ല, ഇങ്ങനത്തെ ട്രക്കിങ്ങിന് പുതിയ വഴി കണ്ടുപിടിക്കുമ്പോ കുറച്ച് ഡേഞ്ചറാ. കാരണം ഈ സ്ഥലം കണ്ടാ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോ കുറച്ച് തെന്നിപ്പോയി കഴിഞ്ഞാലേ നമ്മള് എന്താ നമ്മള് എന്റെ ബാഗ് ഉണ്ടാടാ, അതൊന്ന് ശ്രദ്ധിച്ച. അന്നേരം കാണാം നമുക്ക്. ശരി, നമ്മളും താലേക്ക് ഇറങ്ങാം. നിങ്ങൾ താലേക്ക് ഇറങ്ങണേ? ഇനി മുകളിലേക്ക് ഇവര് മുകളിലേക്ക് പോകുന്നത്, നമ്മൾ താലേക്ക് ഇറങ്ങാം. കാണാടാ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ വരെ എത്തി. അവിടെ ഒരു ഇതുണ്ട്, ഒരു ഹനുമാൻ്റെ ഒരു ചെറിയ മന്ദിരമുണ്ട് അവിടെ. അതിൻ്റെ മുകളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി പോകാനുണ്ട്. പക്ഷേ പോയാൽ ഇതേപോലെ അടുത്തുനിന്നുള്ള കാണുന്നുള്ളൂ, ദൂരെയുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. അന്നേരം നമ്മൾ തിരിച്ചിറങ്ങിയെന്ന്. അപ്പം പോകുമ്പോൾ അമീറിന് 2 കൂട്ടുകാരെ ഒരുപാട് കിട്ടുന്നുണ്ട്. മഹാരാഷ്ട്ര ജൽഗാവ്. ജൽഗാവ്, ജൽഗാവ് अभिषेक शिंदे और करण बागुल। कैसा लगा ट्रैकिंग? बहुत अच्छा लगा। ये ऊपर से चढ़ता है ना? ओके भाई ने पैसा കൊടുത്താ അലിയ വേഗം എടുത്ത് പൈസ കൊടുക്ക്. പൈസ കൊടുക്കാതെ വിടൂല. താഴേക്ക് ഇറങ്ങേണ്ട വന്നിനി. ब्रदर आपका अभी हम लोग को दोस्त मिला. हेलो. हाँ, क्या नाम है? राघव प्रजापति. किधर का है? दिल्ली में था, कोटा राजस्थान. दिल्ली से आते हैं अभी आप लोग? राजस्थान से? जयपुर है. जयपुर, हाँ, वीडियो पे अभी मैं 1 महीने के अभी आया था लद्दाख से. अभी जयपुर से आया था. 1 महीने नहीं हो गया, अभी 20 दिन का पहले. आपका नाम? किधर का? राजस्थान बहुत अच्छा घूमने का जगह है. राजस्थान का बहुत वीडियो है मेरा. यूट्यूब चैनल അടിച്ചു കൊടുക്കണം, അതല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അടിക്കുന്നത്. राजस्थान साइड में उदयपुर फेमस जगह है. जयपुर गया था, जैसलमेर इस तरफ बहुत जगह पे राजस्थान. और भी जाने का बहुत बाकी है राजस्थान में. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെള്ളം കുടിച്ചു, ലൈമ് കുടിച്ചു, ഒരു കക്കിരി കഴിച്ചു.
വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഏറ്റവും ടോപ്പിൽ വന്നിട്ട് നമുക്ക് റേറ്റ് കൂടുതൽ എടുക്കുന്നില്ല. കക്കിരിക്ക് എത്രയാണ്? 20 ഉറുപ്പ്യ എടുത്തത്. അത് ന്യായമായ പൈസയാണ്. ലൈമിന് എത്ര പൈസ എടുത്തത്? 20 ഉറുപ്പ്യ. ഓക്കെ जाएगा. कितना बजे आते हैं इधर आप? 6 बजे. कितना बजे जाएगा? 6 बजे आएगा. 6 മണിക്ക് വന്നതാണ്. 6 മണിക്ക് പോകും കേട്ടോ പാവങ്ങൾ. അവർക്ക് കടയിൽ വിട്ടിട്ട് നിന്നോട്ടെ. നമ്മൾ ഇറങ്ങിയെന്ന് ഇപ്പം തിരക്കില്ലാത്ത സമയത്ത് ഇറങ്ങിയാൽ നല്ല തന്നെ. ഇവരും താഴേക്ക് ഇറങ്ങിയാണ്. നീച്ചേ ചാത്തെ ऊपर कलास है. എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് ചേട്ടാ. അത് കഴിക്കുന്നു. ഇറങ്ങുമ്പോ ആണ് കുറച്ച് കഴിഞ്ഞു. നോക്കി വന്നാ മീറ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? ദൈവത്തിന് സത്യം ഞാൻ എന്റെ ജീവിതത്തിൽ വരലാണ്. ഓനെ മറ്റവര് പിടിച്ചു വെച്ചോടുന്നതായിരിക്കും ചിലപ്പോ. പിടിച്ചു വെച്ചല്ല, ഓന് ഫുള്ള് കോൺഫിഡന്റ് കുറവാ ഇറങ്ങാനുള്ള. ദൈവത്തിന് സത്യം എന്റെ ജീവിതത്തിൽ വരില്ല ഇതുപോലത്തെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഏത് കോലത്തിലുണ്ടാവും അറിയില്ല. ഓര് നമ്മളെ കണ്ടിട്ട് ഇത്രയും ദൈവത്തിൽ വരുന്നു. രണ്ടാളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ചലോ ആराम से जा रहे. आप भी ऊपर डाल के जाता. आपका घर पे मालूम नहीं है ना आप इधर आते? नहीं. अभी जाने के बाद मालूम आएगा. क्या नाम क्या है आपका? हरी. हरी. हाँ. और इसका भाईजान का? विशाल. ओके जाओ. इറങ്ങി. ആരാ പറഞ്ഞത് വരൂലെന്ന്? भैया कौन बोला था जिंदगी में नहीं आएगा बोल के? तीनों में से एक है. कौन है? തെന്നിപ്പോയാ പോയി ഒന്നും നോക്കാം. കുഴപ്പമില്ല കാണുന്നുണ്ട്. അമീർ ഫ്രണ്ടിലുണ്ട്. എല്ലാരും ഉണ്ട്. ക്യാപ്റ്റൻ ഞാനോ? ഇപ്പൊ ക്യാപ്റ്റനായി അറിയാ. ആൾക്ക് ധൈര്യം കൊടുത്ത് കൊണ്ടുപോകും. എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന നല്ലതാണ്. നമുക്ക് ധൈര്യം കുറച്ച് കൊടുക്കണ്ട. ഒരു 20% വെച്ചോ. पटेलिए नीचे देखने थे. ബേൽദോശ ചെറുതാണ്. അത്ര ഒന്നുമില്ല. എന്തെങ്കിലും खाली म्हणा जर फाटल्या कोणाला तिसला शिवून भेटल. എന്റെ ഫോട്ടോ മോഡൽ എന്തായാലും. അപ്പൊ ഞാൻ മീർ ഇറങ്ങിയെന്ന്. അങ്ങനെ നല്ല നോക്കി ഇറങ്ങിയാതെ. ഒരു മിനിറ്റ് മേലെ ഒരു മിനിറ്റ് ഇറങ്ങണം. നമുക്ക് 2 കൈമേ വീഡിയോ. ഇല്ലില്ല ഒന്നുമില്ല. നീ ഇറങ്ങിക്കോ. ഇല്ല ഞാൻ നല്ല ഇറങ്ങിക്കോ. ഞാൻ ഗ്രിപ്പിട്ട് പിടിക്കുന്നുണ്ട്. ഇല്ല മല്ലനെ ഇറങ്ങിക്കോ നീ. ഞാനല്ല ചങ്ങായി. നോ പ്രോബ്ലം. ഞാൻ മല്ലനെ ഇറങ്ങുന്നുള്ളൂ. അല്ല ഓനെ ശ്രദ്ധിക്കണേ. കണ്ണട ശ്രദ്ധിച്ച. മറ്റേ ആളുണ്ട് കണ്ണട എല്ലാം സേഫ് ആയിക്കോ. പേടിയൊന്നുമില്ല. പ്രശ്നമാക്കില്ല. ഒന്നും ചെയ്യില്ല. കണ്ണട ഇതെല്ലാം ശ്രദ്ധിച്ചോ. ഒന്നും എടുക്കാനൊന്നുമില്ല. ഒരാളെടിയുണ്ട് കേട്ടാ. मेरा शिप खुला है? नहीं खुला नहीं है ना. എന്റെ വേഗം പിടിച്ച്
എതിർലോട്ട് ബാഗ് എതിരിലോട്ട് പ്രശ്നമില്ല അതിലൊന്നും ഇല്ല എടുക്കാൻ നീ ഒരു ഇത് വന്നാക്ക് റഷീദ് എടാ ഇത് ഫുള്ള് കുരങ്ങന്മാരെത്തി അതന്നെ പെട്ടെന്ന് ഇറങ്ങണം മൊബൈലെല്ലാം പിടിക്കുക അതന്നെ രണ്ടും നീ ഇതാക്കണ്ടേ സൂക്ഷിച്ചോ ആ ഞാൻ സൂക്ഷിച്ചോളൂ ഞാൻ അതെ പിടിക്കുന്നുണ്ട് തൊടുന്നുണ്ട് തൊട്ടോട്ട് ഒന്നുമില്ല എടുക്കാനില്ലല്ലോ നമ്മളത് ആ ഇതിനെ ഭയങ്കര എല്ലാവരും പേടിക്കുന്നുണ്ടാ ഇത് സാധനം പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആര് ആ സാധനം ഗ്ലാസ് ഇതെല്ലാം അടിച്ചു പറ്റും ഞാൻ കീശയിലിട്ട് ക്ലാസ് അതെയാ പോയ തൊപ്പിയാ ആ നോക്കുന്നുണ്ട് ക്യാമറ നോക്കുന്നു വള്ളം കുപ്പി വലിക്കാൻ നോക്കലാണ് ഒരാള് മറ്റേയാള് നമ്മളെ കണ്ടിട്ട് ആ അവരങ്ങനെ താഴെത്തി ഞാനതാ മോളിൽ നിന്ന് ഇറങ്ങി വീടി എത്തിയേട്ടാ അപ്പോ അമേരാ ഇറങ്ങിയില്ലേ താലേക്ക് ഇറങ്ങാം ആടെ നോക്ക് ബിസ്ക്കറ്റിന് ആ എന്റെ വെള്ളം എത്ര സമയം കുപ്പി പിടിച്ചിരിക്കുന്നേ അപ്പൊ നമ്മൾ താലേക്ക് ഇറങ്ങിയതാ ഞാൻ പറഞ്ഞില്ല ഒരാളിവിടെ കാത്തിക്കുന്നുണ്ടാവുന്നു അമീറാ ഭയങ്കര സംഭവം നോക്കൂ അവന്റെ ബാഗ് പിടിച്ചിട്ട് അത് കൊടുക്കാതെ വിടുന്നില്ല മൊത്തം അയച്ചു കൊടുത്ത് അതെയാ അതാ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്ത് എല്ലാരും ബിസ്ക്കറ്റ് എടുത്ത് നമ്മളെ കാത്തു നിന്നിട്ട് ഒരാളുണ്ട് നീ കൊടുക്ക് നമുക്ക് എലിട്ടെ വേണ്ട എലിട്ടല്ലേ അതെയാ അത് എഴുന്നാന്ന് കുരങ്ങന്മാർ ഇത്ര എത്തിയാ മീറേ ആ ഇപ്പൊ വന്നതാ നേരത്തെ ഉണ്ടായിട്ടില്ല അവര് എഴുന്ന ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവുമ്പോ ഉണ്ടാവോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ആ കോടയെല്ലാം പോയി കേട്ടോ ഏകദേശം ആ ടോപ്പിലെ കോടയെല്ലാം പോയി നമ്മൾ ടോപ്പിൽ കയറുമ്പോ കോട വന്നത് അല്ല ഇപ്പൊ കോടയിലും പോയി നല്ല സ്ഥലമെല്ലാം കാണുന്നുണ്ട് ഇപ്പൊ ഏകദേശം നമ്മൾ താഴെത്തി കേട്ടാ കുറേ ആൾ ഇറങ്ങുന്നുണ്ട് കാരണം ഗ്ലാസ്സും ഇതും എന്തെല്ലോ ഉണ്ടെങ്കിൽ പിടിച്ചേറ്റും ആ ഞാൻ എൻ്റെ കുപ്പി എത്ര സമയം വലിക്കുന്നത് കിട്ടുന്നില്ല പിന്നെ ബാക്കിയുള്ളത് തുറന്ന് കൊടുത്തതിന് ശേഷം ഓനെ വിട്ടത് പിടിച്ചു വെച്ചാ ആ അവർക്ക് പരിചയം ഉണ്ടാവും ഇതേപോലെ നമ്മളാളിപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വരും ഇപ്പോൾ ഓടിയിട്ട് നമ്മളെ കാത്തു നിന്നില്ല ഇത്ര സമയം കാത്തു നിന്ന് കിട്ടാൻ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല അമീറിനോട് ഞാൻ പറഞ്ഞിനെ ഇവൻ മുകളിൽ കാത്തിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി കാട്ടിലെത്തി നമ്മൾ വരുമ്പോൾ ഓർമ്മിച്ചത് നമ്മളെ നായ ആ വഴിയാണ് നായ കൊണ്ടുപോയത് അതിലൂട്ടെ നല്ല വഴി ചളിയാണ്ടാണ് റൈഡ് നല്ല തന്നെയാണ് അത് കുറച്ച് മണങ്ങാനുള്ളതാണെങ്കിലും നല്ല വഴിയാണ് ഈ വഴി കൂടെ കൊണ്ടേ ആ വഴി ഇവിടെ കൊണ്ടുപോയെ എടാ നായ ആടെ എന്തോ ബിസ്ക്കറ്റോ എന്തോ കണ്ടിട്ട് നിന്ന് തോന്നുന്നു കേട്ടാ ആ അല്ലെങ്കിൽ ഉറപ്പായിട്ട് വരേണ്ടതാ നമ്മളെ നമ്മൾ ഇറങ്ങുമ്പോ ഓടി വന്നിനെ നമ്മളെ ഞാൻ കാത്തു പക്ഷെ എന്തോ അവിടെ ചിപ്സും ബിസ്ക്കറ്റ് എല്ലാം കൊടുക്കുന്ന കണ്ടിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അക്വാരിയം എടുത്തിട്ട് എല്ലാവർക്കും അപ്പൊ ഇത് കണ്ട് പിന്നെ മൊത്തം ഫോക്കസ് അങ്ങോട്ട് ഇത്ര മുള്ളില് പോന്നെ ഇത് എളുപ്പവഴിയാണോ എളുപ്പ വഴിയാ പക്ഷെ ജാറുന്നുണ്ടേ അപ്പോൾ ഹരിഹർ ഫോർട്ടിന്റെ ടോപ്പ് മഞ്ഞ് വന്നിട്ട് അതെയാ താഴേക്ക് എത്തി അതാ ഹരിഹർ ഫോർട്ട് അല്ല അതന്നെ അത്ര വളഞ്ഞു വീടിയല്ലേ മഞ്ഞായിട്ടൊന്നും കാണുന്നില്ല കേട്ടാ അവിടെയും കുറേ പാടെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇറങ്ങി എക്സ്പീരിയൻസ് പറയും അങ്ങനെ അടിപൊളി സൂപ്പർ അല്ലേ കയറാൻ കുറച്ച് ടഫാ ഇറങ്ങാൻ അതിനേക്കാളും ടഫാ പക്ഷെ
നല്ല മോശമില്ല. പിന്നെ അന്നേരം നമ്മൾ ഇവിടുന്ന് ഇനി തിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇനി നമ്മൾ ലൊക്കേഷനിൽ നോക്കിയിട്ട് ഒന്ന് കാൽക്കുലേഷൻ ചെയ്യണം. കാരണം റൂം ഇപ്പം വൈകുന്നേരമായി. അന്നേരം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ? നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യാന്ന്. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം അയക്കുക. പിന്നെ റൈഡർ റഷീദ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിലും പോയി വിസിറ്റ് ചെയ്യുക. നമ്മളെ റീൽസ് എല്ലാം ഉണ്ട്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.